ഹായ് മകളെ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പല കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഭീകര വേർഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് കത്തുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു വരുന്നത് SSLCയെ പറ്റിയാണ്. തീർച്ചയായിട്ടും മകളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലും അയച്ചു കൊടുക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഏറ്റവും യോഗ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ അമീൻ സാർ തന്നെയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകളുള്ള വിഷയം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ സയൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ടങ് ട്വിസ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള ഏത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് തന്നെയാണ്. ഏകദേശം 21ഓളം ചാപ്റ്റേഴ്സ് 4 ബുക്കുകളിലായിട്ടാണ് ഇവർക്ക് പഠിക്കാനുള്ളത്. ഏകദേശം അപ്പോൾ നോക്കുക എത്ര പേജുകൾ പഠിക്കാനുണ്ടാവും. ഇത് നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന് 10-21 പേജ് ഉണ്ട് അല്ലേ? 10-21 പേജാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മക്കള് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും. ചിലയിടത്തൊക്കെ 1, 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് ദ വേൾഡോ പഠിച്ചിട്ടുണ്ട്. അതന്നെ നമ്മൾ ആദ്യ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇപ്പൊ രാഷ്ട്രീയങ്ങൾ നടക്കാനുള്ള വിപ്ലവങ്ങളും ഇലക്ഷൻ ഒക്കെ നടക്കുകയാണ്. ഒരുപാട് വിപ്ലവങ്ങൾ പല സ്ഥലത്തേക്കും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ ചാപ്റ്റർ അവസാനമാവുന്ന സമയത്ത് നമ്മളൊരു വിപ്ലവം സൃഷ്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കൂല. അതായത് മാരത്തോണിന്റെ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പഠിക്കണം എന്ന് വിചാരിച്ചാൽ എവിടെ നിന്ന് നടക്കൂല. 21 പേജൊക്കെ മറിച്ച് നോക്കാം, അതിന്റെ പോയിന്റ് ഒക്കെ പഠിക്കാം. ഒരു ചാപ്റ്ററാണ് 21 ചാപ്റ്റർ, ഒരു ചാപ്റ്ററാണ്. അതേപോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് 21 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മുന്നിലേക്ക് ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയം എന്റെ അതേപോലെ മലയാളം മീഡിയത്തിന്റെ ഒരു പേജിലുണ്ട്. ഇതാണ് ഒരു ചാപ്റ്റർ മുഴുവൻ ഒരു പേജിലുണ്ട്. ഈ രീതിയിലായിരിക്കും നിങ്ങൾ മാറ്റേണ്ടത്. ഇതെങ്ങനെ മാറ്റും സാറേ? അത് ഓലെ കൊണ്ട് മാറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം നടക്കില്ല. നല്ല പോയിന്റ് ചിലപ്പോൾ മിസ്സായി പോയാലോ? തീർച്ചയായിട്ടും അതിന് മെച്ചണ്ടേ. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് ഓൾറെഡി കിട്ടാൻ വേണ്ടിട്ട് പോവാണ്. അതായത് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് കാരണം ഒരൊറ്റ കാര്യമുള്ള മക്കളെ, അവസാന നിമിഷം എത്തുമ്പോൾ നിങ്ങൾ പക്ക കൂളാവണം. അതാണ് സൈലം SSLC നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ മക്കൾ എപ്പോഴും മുമ്പ് എൻജോയ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. നമുക്കറിയാം, നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. എനിക്ക് തോന്നുന്നത് സാർ ഇപ്പൊ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഓൺ എക്സാമിന് 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 6 ഷീറ്റ് മതി ആ ഓൺ എക്സാം മുഴുവൻ ക്രാക്ക് ചെയ്യാൻ തോന്നുന്നു. അഥവാ ഒരു 2 മണിക്കൂർ കൊണ്ട് ചാപ്റ്റേഴ്സ് മൊത്തം നിങ്ങൾക്ക് പഠിച്ച് കഴിയാം. ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്. ഇതെങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് കഴിയാം, ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അത് സാധാരണ ചിലവരൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നത് സാറേ, ഷോർട്ട് നോട്ടാന്ന് പറഞ്ഞിട്ട് ആ ബുക്കിലെ മുഴുവൻ കാര്യങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഷോർട്ട് നോട്ട് അവിടെ മാറ്റി എണ്ണി നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ള പേജിനേക്കാൾ കൂടുതൽ ഷോർട്ട് നോട്ട് ഉണ്ടാവും. അത് എഴുതാൻ അറിയാത്ത പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് സോഷ്യലിലൊക്കെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും essay ക്വസ്റ്റ്യൻ. അത് എല്ലാ ബുക്ക് ഇറങ്ങിയിട്ട് 2017 അടുത്ത വർഷം ബുക്ക് മാറാം. പക്ഷെ 2017 ആകുമ്പോൾ എത്ര വർഷമായി സാറേ? 7 വർഷം കഴിഞ്ഞു. 8ാമത്തെ വർഷത്തിലേക്ക് എത്താണ്. ഈ ബുക്ക് ഈ വർഷത്തോടെ തീരാണ്. ഇതുവരെ ഈ ചാപ്റ്ററിന് ചോദിച്ചത് essay ക്വസ്റ്റ്യൻ 8 മാർക്കിന്. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് essay ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. അതിനെങ്ങനെയാണ് മാർക്ക് കിട്ടേണ്ടത്, ആ രീതിയിലായിരിക്കും ഷോർട്ട് നോട്ട്. ഈ പോയിന്റുകളാണ് നിങ്ങൾ എക്സാം ആൻസർ ചെയ്ത് വേറൊന്നും എഴുതണ്ട. ഈ പോയിന്റുകൾ ഫുൾ മാർക്കാണ്. തീർച്ചയായിട്ടും അതിൽ അറിയേണ്ടതുണ്ട്. ഇപ്പൊ essay ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മളെ കുറെ ടീച്ചേഴ്സ്, നമ്മളെ കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് പോയിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ സാധനമുണ്ട്, എങ്ങനെയാണ് essayയിൽ മാർക്ക് കിട്ടുക. ഡേറ്റുകൾക്ക് ഒരു മാർക്കാണ് സാർ. ഒരു ഡേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാർക്ക് കിട്ടും. ഇപ്പൊ സ്വാഭാവികമായിട്ട് സാർ കണ്ടപ്പോൾ ചുവന്ന അക്ഷരത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിയിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ എന്താ പറയുക മക്കളെ, നിങ്ങൾ ആ ഡേറ്റ് പഠിക്കുന്നതോടെ ആ ഡേറ്റിലൂടെ ആ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിയാണ്. അഥവാ നിങ്ങൾ എക്സാമിന് മുന്നേ പോകുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു സാധനം മാത്രം അയച്ചാൽ മതി, ഉറപ്പാണ് ഫുൾ മാർക്ക് നേടും. ചില ആളുകൾ വിചാരിക്കും ഇതെനിക്ക് കോപ്പി എടുത്താൽ പറയാം. കോപ്പി അടിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ച് തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത്. അത് നിങ്ങൾ പഠിപ്പിക്കും. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, 18ാം പടി എന്ന സിനിമയിൽ മമ്മൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറെ എഴുതിപ്പിക്കുന്നുണ്ട്. ഇവരിപ്പോ സ്വാഭാവികമായിട്ട് ഒരു വട്ടം എഴുതിയായിരുന്നു. ഇനി ഇതേപോലെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ചില പോലെ ഒന്ന് നമ്മൾ കൊടുക്കും, അതിന് മുന്നേ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഷോർട്ട് നോട്ട് കിട്ടി അത് വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പാണ് നിങ്ങൾക്ക് സെറ്റ് ആക്കി ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പൊ ഇവർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് എവിടുന്ന് കിട്ടും. ഇവർക്കുള്ള ഡൗട്ടാ. ഞാൻ പറഞ്ഞേ രഹസ്യാണ്.
തീർച്ചയായിട്ടും നമ്മൾ അസ്ട്രാബേസിലെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് ചെയ്ത് അത്രത്തോളം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുട്ടികളെ എക്സാം ഹാളിലേക്ക് വിടുന്നത്. മക്കള് ഒരൊറ്റ ഉറപ്പ് ഞങ്ങൾ തരുന്നല്ലോ, 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങളൊരു വിപ്ലവം സൃഷ്ടിക്കും. അതിന് ആ വിപ്ലവം അപ്പോഴല്ല തുടങ്ങേണ്ടത്, ഇപ്പോഴാണ് തുടങ്ങേണ്ടത്. അതിന് വേണ്ടി തന്നെയാണ് താഴെക്കാണുന്ന നമ്പറിൽ വിളിക്കുക, വേഗം സീറ്റ് ബുക്ക് ചെയ്യുക. ഒരുപാട് കുട്ടികൾ, 10,000-കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ ബാച്ച് കഴിയാനാവാണ്. കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അഥവാ മിസ്സായി പോയ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. സമയം വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച ക്ലാസ്, ചുരുങ്ങിയ മെറ്റീരിയൽ, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് നമ്മുടെ ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത്. നാപ്റ്റോളിന്റെ പരസ്യമാണെന്ന് ചോദിച്ചു മക്കളെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് മാറും. അഥവാ നിങ്ങൾക്ക് സ്ലൈഡ് ഉണ്ടാവും, ബാക്കി ഉണ്ടാവും. അതിന് പുറമെയാണ് ഇതേപോലെ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മക്കളെ, ഞങ്ങളെ കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് സെറ്റ് ആക്കിയിട്ട് പോവാം. പൊളിക്കാം. ബൈ.